KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ കൂടി. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഗ്ലോബലൈസേഷൻ്റെ കുറേയധികം വർഷങ്ങൾ കഴിയുന്നുണ്ട്. രാജ്യത്തെ ഒട്ടുമുക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിദേശ സർവകലാശാല എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നുണ്ട്. കാലം മാറുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് സംസ്ഥാനവും മാറിയേ മതിയാവും എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രസ്താവനയെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശ്രീ അലോഷ്യസ് സേവ്യർ? സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് അവരുടെ ഒരു കുറ്റസമ്മതമായി. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലായിക്കൊള്ളട്ടെ മറ്റേതെല്ലാം മേഖലകളിൽ പുരോഗതികൾ വരുമ്പോൾ അല്ലെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ അടച്ചെതിർത്തിരുന്ന CPM-ന്റെ ഒരു നയവ്യതിയാനമായി തന്നെ നമുക്കതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇതിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തെ TP ശ്രീനിവാസന്റെ കർണത്തെ അടുപ്പിച്ച അല്ലെങ്കിൽ SFI കൊണ്ട് അടുപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അക്കാലഘട്ടത്ത് CPM-ന് പോകേണ്ടിയിരുന്നു. ഇന്ന് അവർ ഭരണത്തിലിരിക്കുമ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുറഞ്ഞപക്ഷം TP ശ്രീനിവാസനോടെങ്കിലും അവർ മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു വശം. രണ്ടാമത്, എല്ലാ കാലഘട്ടത്തും വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെ അടച്ചെതിർത്ത പാരമ്പര്യം അല്ലെങ്കിൽ അടച്ചെതിർക്കുന്ന ഒരു നിലപാട് KSUവിന് ഒരു കാലഘട്ടത്തും സ്വീകരിച്ചു പോന്നിട്ടില്ല. പക്ഷേ ധൃതിപ്പെട്ട് സ്വകാര്യ സർവകലാശാലയുടെ വരവിനെ ഈ സർക്കാർ സ്വാഗതം ചെയ്യുമ്പോൾ അത് എന്താണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്നതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കഘട്ടത്തിൽ തന്നെ KSU കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു. അതിന്റെ മുഖ്യമായ കാരണം ഉന്നത വിദ്യാഭ്യാസ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നു, അവിടെ അവർ സെറ്റിലാകുന്നു, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഈ നാട്ടിലുള്ള തൊഴിലില്ലായ്മ അതിന്റെ പാരമ്പര്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലയെ സ്വീകരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മാറ്റത്തെപ്പറ്റി വാചാലയാകുന്ന മന്ത്രി എന്തുണ്ട് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഈ നാട്ടിൽ പഠിക്കുന്ന ഈ നാട്ടിലെ പഠന സംവിധാനങ്ങളുടെ ഭാഗമായി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അതുകൂടി അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നൊരു ആവശ്യം KSU ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും തത്വത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്നതിനെ KSU എതിർക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമല്ല. സ്വകാര്യ സർവകലാശാലയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരം നിലവിൽ നമുക്ക് ലഭ്യമല്ല. ആ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭ പ്രത്യേക ക്യാബിനറ്റ് ഇത് പരിഗണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് ധൃതിപ്പെട്ടുള്ള സർക്കാരിന്റെ ഈ നീക്കത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കും. ഓക്കെ, താങ്ക് യു അലോഷി.